രാജാവിനെ ബാധിച്ച ഭൂതം. പണ്ടു നടന്ന കഥയാണ്. അവന്തി രാജ്യത്ത് കൃപാസിന്ധു എന്ന പേരായ ഒരു രാജാവുണ്ടായിരുന്നു. കൃപാസിന്ധു എന്ന പേർ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഇത്രത്തോളം കൃപയില്ലാത്തൊരു രാജാവ് അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരുടെ വേദന കാണുന്നത് പോലെ സന്തോഷം രാജാവിന് വേറൊന്നുമില്ല. നിസ്സാരമായ കുറ്റത്തിനു പോലും ഭയങ്കര ശിക്ഷകളാണ് അദ്ദേഹം വിധിക്കുക. പ്രജകളിൽ നിന്ന് കണക്കില്ലാതെ നികുതി പിരിച്ചെടുക്കും. നികുതി കൊടുക്കാൻ വകയില്ലാത്തവരുടെ സർവസ്വവും തട്ടിപ്പറിക്കുകയും ചെയ്യും. അങ്ങനെ നാട്ടുകാരെല്ലാം കോലങ്ങളായി തീർന്നു. ഗുണവതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേർ. യഥാർത്ഥത്തിൽ ഗുണവതിയായ അവൾ ഇതെല്ലാം കണ്ട് വളരെ വ്യസനിച്ചു. ഭർത്താവിനെ പല പാടും ഉപദേശിച്ചു നോക്കിയെങ്കിലും അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. ഉപദേശിക്കും തോറും അദ്ദേഹത്തിൻ്റെ ക്രോധവും ക്രൂരതയും വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് കണ്ട് അവർ ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കി. പ്രിയംവദൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു രാജാവിന്. പൊതുവെ നല്ലവനാണെങ്കിലും ഭീരുവാണയാൾ. രാജാവ് പറയുന്നതിന് അപ്രിയമായി ഒന്നും തന്നെ പറയാൻ കേൾപ്പുപോരാ. നാട്ടുകാർ ആവലാതി പറയാൻ വന്ന അയാൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരിക്കും. അവരോട് അഭിപ്രായമൊന്നും പറയുകയില്ല. ഇങ്ങനെ നട്ടെല്ലു ഉറപ്പില്ലാത്ത ഒരു മന്ത്രി എന്താണ് കാര്യം? ആരെന്തു പറഞ്ഞാലും അയാൾ സമ്മതിക്കും. ഒരു കാര്യവും തനിയെ നടത്താൻ അയാൾക്കു വയ്യ. എന്നാലും രാജാവിന് അയാളെ വലിയ ഇഷ്ടമായിരുന്നു. രാജാവ് രാത്രി വേഷം മാറി രാജ്യം മുഴുവൻ സഞ്ചരിക്കുക പതിവാണ്. എന്തിനാണെന്നോ? പ്രജകൾക്ക് വല്ല ആവലാതിയുമുണ്ടെങ്കിൽ അതറിഞ്ഞ് നിവൃത്തിയുണ്ടാക്കി കൊടുക്കാനല്ല, ആവലാതിക്കാരെ പിടികൂടി ശിക്ഷിക്കാൻ. അന്നു പതിവ് പോലെ രാജാവ് രാത്രി പട്ടണത്തിൽ കൂടി നടക്കുകയാണ്. പട്ടണം നിശബ്ദമായിരിക്കുന്നു. പ്രജകളെല്ലാം ഒഴിഞ്ഞ വയറുമായി തങ്ങളുടെ വീടുകളിൽ ചുരുണ്ടു മടങ്ങിക്കിടന്നു. നാട്ടിൽ പരന്നിട്ടുള്ള ശാന്തിയും സമാധാനവും കണ്ടാനന്ദിച്ചുകൊണ്ട് രാജാവ് തെരുവുകളിൽ കൂടി പതുക്കെ നടന്നു. ആ സമയത്തെ ഭയങ്കരമൂർത്തിയായ ഒരു ഭൂതം രാജാവിൻ്റെ മുമ്പിൽ വന്നു നിന്നു. അദ്ദേഹം അല്പമൊന്ന് പേടിച്ചു എങ്കിലും ധൈര്യമവലംബിച്ച് വാൾ ഊരിപ്പിടിച്ച് ചോദിച്ചു, "നീ ആരാണ്?" ഭൂതം ഇടിവെട്ടുന്ന സ്വരത്തിൽ പൊട്ടിച്ചിരിച്ചു, "ഞാനാണ് വിശപ്പ്. എല്ലാ ജനങ്ങളുടെയും വയറ്റിലാണ് എൻ്റെ താമസം. ഭക്ഷണം കഴിച്ചാൽ അത് ദഹിപ്പിക്കുകയും വീണ്ടും കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാക്കുകയുമാണ് എൻ്റെ ജോലി. അതുതന്നെയാണ് എൻ്റെ ഭക്ഷണവും. എന്നാൽ ഇവിടെ ജനങ്ങൾക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് എനിക്ക് ജോലിയൊന്നുമില്ല. ഞാൻ പട്ടിണിക്കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ജോലി അന്വേഷിച്ചു നടക്കുകയാണ്." "മഹാരാജാവേ, ഈ നാട്ടിൽ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്ന ആൾ അങ്ങ് മാത്രമേ ഉള്ളൂ. അതിനാൽ എനിക്ക് മറ്റെവിടെയും ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല." ഇതും പറഞ്ഞ് ഭൂതം ഞൊടിയിടയിൽ രാജാവിൻ്റെ വായിൽ കൂടി വയറ്റിലേക്ക് ഇറങ്ങിപ്പോയി. ഭൂതം
ചോറും കറികളും ഉപ്പേരികളും പലഹാരങ്ങളും പായസങ്ങളും പഴങ്ങളും പാലും മതി വരുവോളം കഴിച്ചിട്ടാണ് അദ്ദേഹം രാജധാനിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഭൂതം അകത്തു കടന്ന ഉടൻ അദ്ദേഹത്തിനു കലശലായി വിശക്കാൻ തുടങ്ങി. വിശപ്പ് എന്നു പറഞ്ഞാലൊന്നും പോരാ, ഇതുവരെ ആരും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള അതിഭയങ്കരമായ വിശപ്പ്. രാജാവ് എങ്ങനെയോ ഒരു വിധത്തിൽ വയറു പൊത്തിപ്പിടിച്ച് ഇഴഞ്ഞു നീങ്ങി രാജധാനിയിലെത്തി. അവിടെയുള്ള ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരാൻ സേവകന്മാരോട് കൽപ്പിച്ചു. എല്ലാം കഴിച്ചിട്ടും വിശപ്പിന് ശമനമില്ല. തീയിൽ നെയ്യൊഴിച്ചാലെന്ന പോലെ എന്തു കഴിച്ചാലും വിശപ്പ് പിന്നെയും കത്തിക്കാളുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ നീങ്ങിപ്പോയി. രാജാവിന് പകലും രാത്രിയും ഒരേ ഒരു വിചാരമേ ഉള്ളൂ: തിന്നണം, ഇനിയും തിന്നണം. രാത്രി ഉറക്കമെന്നത് അദ്ദേഹത്തിനില്ലാതായി. അദ്ദേഹം തിന്നു തീർക്കുന്ന ഭക്ഷണത്തിനു കണക്കില്ല. എന്നിട്ടും വിശപ്പ് മാറുന്നുണ്ടോ? അതൊട്ടില്ലെന്നതാനും. നാട്ടിലുള്ള ഭക്ഷണം തികയാഞ്ഞിട്ട് മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരിച്ചു തുടങ്ങി. എന്നാലും മതിയാവുന്നില്ല. രാജ്ഞിയുടെയും കൊച്ചു രാജകുമാരന്മാരുടെയും കൂടി അദ്ദേഹം തട്ടിപ്പറിച്ചു കഴിച്ചു തുടങ്ങി. രാജ്ഞിയും മന്ത്രിയും കൂടി ആലോചനയായി. ഇതൊരു തരം രോഗമാണെന്നായിരുന്നു രാജ്ഞിയുടെ അഭിപ്രായം. പ്രിയംവദനായ മന്ത്രി അതു ശരിവെക്കുകയും ചെയ്തു. രാജാവിൻ്റെ രോഗം മാറ്റാൻ കഴിവുള്ള വൈദ്യന്മാരുണ്ടോ എന്ന് നാടുനീളെ അറിയിച്ചു. പണം തട്ടാൻ ഇതുതന്നെ നല്ല തക്കം എന്നു കരുതി പല മുറി വൈദ്യന്മാരും മൂടിയെത്തി. കുറേ നല്ല വൈദ്യന്മാരും വരാതിരുന്നില്ല. പല സിദ്ധൌഷധങ്ങളും രാജാവിനെ കൊണ്ട് സേവിപ്പിച്ചു. എന്തു ചെയ്തിട്ടെന്താ, രോഗം മാറുന്നില്ല. പിന്നെ ജ്യോത്സ്യന്മാരുടെയും മന്ത്രവാദികളുടെയും വരവായി. കവിടി വെപ്പും കളം വരപ്പും ഗുരുതി കലക്കലും ഒക്കെ മുറ പോലെ നടന്നു. എന്നിട്ടുമില്ല യാതൊരു ഫലവും. രാജധാനിയുടെ മുമ്പിലുള്ള ആൽച്ചുവട്ടിൽ ദിവ്യനായ ഒരു മഹർഷി വന്നിട്ടുണ്ടെന്ന് രാജ്ഞി അപ്പോഴാണ് കേട്ടത്. അവർ ഉടൻ തന്നെ ചെന്ന് മഹർഷിയെ വീണു വണങ്ങി സംഗതികളെല്ലാം ധരിപ്പിച്ചു. മഹർഷി എല്ലാം കേട്ട ശേഷം പറഞ്ഞു: മകളെ, വ്യസനിക്കേണ്ട. മഹാരാജാവിനെ പിടികൂടിയിട്ടുള്ളത് നാട്ടുകാരുടെ വിശപ്പിൻ്റെ ഭൂതമാണ്. അതിനെ ഓടിച്ചു കളയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഇന്നു മുതൽ 7 ദിവസത്തേക്ക് മഹാരാജാവ് പട്ടിണി കിടക്കണം. വെള്ളം പോലും കുടിക്കരുത്. ഗുരു, അതെങ്ങനെയാണ്? രാജ്ഞി വ്യസനത്തോടെ ചോദിച്ചു. 7 നിമിഷം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ വയ്യാത്ത ആൾ എങ്ങനെയാണ് 7 ദിവസം പട്ടിണി കിടക്കുക? അതുകൂടാതെ മറ്റൊരു വഴിയൊന്നുമില്ല. ലക്ഷക്കണക്കിന് ഉള്ള ജനങ്ങളും വിശപ്പാണ് ഒന്നിച്ചുകൂടി മഹാരാജാവിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. 7 ദിവസം യാതൊരു ഭക്ഷണവും കഴിക്കാതിരുന്നാൽ ഭൂതം അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏതെങ്കിലും ശരീരം അന്വേഷിച്ചു പോകും.
അങ്ങനെ പോകുമ്പോൾ അത് ഭവതിയുടെയോ കുമാരന്മാരുടെയോ മന്ത്രിയുടെയോ ദേഹത്തിൽ കടന്നുകൂടിയാൽ വിഷമമായില്ലേ? അതിനാൽ ഈ 7 ദിവസം നാട്ടുകാർക്കെല്ലാം വയറു നിറയെ ഭക്ഷണം കൊടുക്കുകയും വേണം. ഗുണവതിയായ രാജ്ഞിക്ക് അക്കാര്യം സമ്മതമായി. 7 ദിവസം രാജാവിനെ പട്ടിണി കിടത്തുന്നത് എങ്ങനെയാണ് എന്നായിരുന്നു അവരുടെ മുമ്പിൽ ഉയർന്നു വന്ന പ്രശ്നം. കത്തിക്കാളുന്ന വിശപ്പുള്ളപ്പോൾ പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൂട്ടാക്കുമോ? എന്നാൽ അങ്ങനെ ചെയ്താലല്ലാതെ രോഗശാന്തി വരികയില്ലെന്ന് മഹർഷി ഉറപ്പിച്ചു പറഞ്ഞതിനാൽ എന്തു കടും കൈ ചെയ്തിട്ടെങ്കിലും കാര്യം നടത്തണമെന്ന് ആ മനസ്വിനി തീരുമാനിച്ചു. രാജാവിനെ ബന്ധന സ്ഥാനാക്കാനാണ് രാജ്ഞി നിശ്ചയിച്ചത്. അവർ മന്ത്രിയെ വിളിച്ച് തൻ്റെ തീരുമാനം അറിയിച്ചു. അയാൾ നടുങ്ങിയെങ്കിലും രാജ്ഞിയുടെ അഭിപ്രായത്തോട് യോജിച്ചു. അങ്ങനെ പതിവ്രതയും സ്നേഹവതിയുമായ ആ രാജ്ഞി സ്വന്തം കൈകൊണ്ടു തന്നെ രാജാവിനെ പള്ളിയറയിലിട്ടു പൂട്ടി. രാജാവ് കോപിച്ചു, ശകാരിച്ചു. വാതിൽ തുറന്നു തരാൻ വേണ്ടി എല്ലാവരെയും മാറി മാറി നിലവിളിച്ചു. അവസാനം വിശപ്പിന് വല്ലതും തന്നെ എന്നു കേണിരക്കുക പോലും ചെയ്തു. രാജാവിൻ്റെ യാചന കേൾക്കുമ്പോൾ മനസ്സു വെന്തെരിഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ രോഗശാന്തിക്കു വേണ്ടി രാജ്ഞി ആ വേദനയെല്ലാം സഹിച്ചു. മഹർഷി കൽപ്പിച്ചതുപോലെ അവർ നാട്ടുകാർക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും ഏർപ്പാടു ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയറയിൽ നിന്ന് രാജാവിൻ്റെ ശബ്ദത്തിൻ്റെ കൂടെ ഭയങ്കരമായ മറ്റൊരു ശബ്ദം കൂടി കേട്ടു തുടങ്ങി. രാജ്ഞി വല്ലാതെ ഭയപ്പെട്ടുപോയി. ജനാലയ്ക്കൽ ചെന്നു ചെവിയോർത്തപ്പോൾ ആ ഭയങ്കര ശബ്ദം എങ്ങനെയാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി. എനിക്ക് ജോലി തരൂ, ഭക്ഷണം തരൂ, ജോലി തരൂ, ഭക്ഷണം തരൂ. രാജ്ഞി മഹർഷിയോട് വിവരം പറഞ്ഞു. മഹർഷി സസന്തോഷം പറഞ്ഞു. ഭൂതത്തിന് ഇപ്പോൾ തന്നെ ഇരക്കപ്പോരില്ലാതെയായി നിൽക്കുന്നു. 3 ദിവസം കൂടി ക്ഷമിക്കൂ മകളെ, മഹാരാജാവിന് സുഖമാവും. 7-ാം ദിവസം രാത്രിയായപ്പോഴേക്കും ആ ഭയങ്കര ശബ്ദം നിലച്ചു. വളരെ ദിവസങ്ങളായി രാത്രിയിലും പകലും ഒഴിവില്ലാതെ ഭക്ഷണം കഴിക്കുകയും 7 ദിവസം മുഴുവൻ വിശന്നു നിലവിളിക്കുകയും ചെയ്തിരുന്ന രാജാവ് തളർന്നുറക്കമായി. ഭൂതം രാജാവിനെ വിട്ടുപോയി കഴിഞ്ഞുവെന്ന് രാജ്ഞിക്ക് ബോധ്യമായി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ രാജാവ് പഴയപടി തന്നെയായി തീർന്നിരുന്നു. വിശപ്പിൻ്റെ ശക്തി അനുഭവിച്ചറിയ യോഗമുണ്ടായ രാജാവ് പിന്നീട് പ്രജകൾക്കു വിശക്കാൻ ഒരിക്കലും ഇടവരുത്തിയില്ല. ഇത് എഴുതിയത് സുമംഗല.